ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه وسلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. صدق الله مولانا العلي العظيم. صدق وبلغ رسوله النبي الكريم. قال رسول الله صلى الله عليه وسلم: قال الله: أعددت لعبادي الصالحين ما لا عين رأت ولا أذن سمعت ولا خطر على قلب بشر فاقرؤوا إن شئتم فلا تعلم نفس ما أخفي لهم من قرة أعين. صدق رسوله النبي المصطفى الأمين. ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ സഹോദരിമാരെ, പരിശുദ്ധമായ റമദാനിലെ ഒന്നാമത്തെ 10 നമ്മളൊക്കെ നിലകൊള്ളുന്നത്. ഇന്ന് 7ാമത്തെ നോമ്പ് കൂടിയാണ്. 7 തറാവീഹുകളൊക്കെ നമ്മൾ നിസ്കരിക്കുകയും ചെയ്തു. ധാരാളമായി ഖുർആൻ പാരായണം ചെയ്തവരാണ് എൻ്റെ മുമ്പിലുള്ളവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഇബാദത്തോടും നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ പിഴവുകളും ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. ശിഷ്ടകാല ജീവിതം അല്ലാഹുവിലും ഹബീബിലും വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നമ്മളെ വിഷയം പറഞ്ഞത് ഒരുമിച്ച് നമുക്ക് സ്വർഗം നേടാം എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിലേക്ക് മനുഷ്യരെ സൃഷ്ടിച്ചത് വെറുതെ അല്ലല്ലോ. ഓരോരുത്തർക്കും അറിയാം അതിന്റെ ലക്ഷ്യം. ഓരോ സൃഷ്ടിപ്പിന് പിന്നിലും ഓരോ ലക്ഷ്യമുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി ഖുർആനിലൂടെ പറഞ്ഞ കാര്യവുമാണ്. മനുഷ്യനെ സൃഷ്ടിക്കുന്നത് ഒരു നേരം പോക്കിന് വേണ്ടിയല്ല, അവൻ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണെന്നാണ് വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുന്നത്, ഈ മനുഷ്യ സമൂഹത്തോട് പറയുന്നത്. ബനൂ ആദം സന്തതികളെ അള്ളാഹു ബഹുമാനിച്ചിട്ടുണ്ട് എന്നതുപോലെ തന്നെ ആദം സന്തതികളോട് ചില കാര്യങ്ങൾ കൽപ്പിച്ചിരുന്നു. ചില കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും ചെയ്യണം, ചില കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും ഒഴിവാക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യരോട് പറയുകയുണ്ടായി. അതനുസരിച്ച്, ആ തത്വമനുസരിച്ച് ഫോളോ ചെയ്തു പോകുന്നവരാണ്, അതിനെ പിൻപറ്റി പോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. വിശ്വാസികളടങ്ങുന്ന ഈ മുസ്ലിം സമുദായം, മുഅ്മിനീങ്ങളായ മുത്തഖീങ്ങളായ ആളുകളൊക്കെ അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. ഒരു മനുഷ്യന്റെ, ഏതൊരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചും അവന് ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും മറ്റും എല്ലാ കാര്യങ്ങളും ഉണ്ടാകും. എന്നാൽ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ച്, ഒരു മുസൽമാനെ സംബന്ധിച്ച്, ഒരു മനുഷ്യൻ എന്ന നിലയിൽ ആദ്യം എടുക്കാം. ഒരു മനുഷ്യൻ എന്ന നിലയിൽ അവന് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങളുടെ ഒരു കലവറ തന്നെയാണ് മനുഷ്യൻ. ആ മനുഷ്യൻ ഒരുപാട് ആഗ്രഹങ്ങളുമായി മുന്നോട്ട് പോകുന്നവനാണ്. നല്ല നല്ല ജോലികൾ സ്വപ്നം കാണും, അല്ലെങ്കിൽ നല്ല നല്ല പൊസിഷനുകൾ, സ്ഥാനമാനങ്ങൾ സ്വപ്നം കാണുന്നവരാണ് മനുഷ്യർ. എന്നാൽ മുസൽമാനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നും കൂടെ ആ സ്വപ്നത്തിനൊക്കെ
ചില അതിർവരമ്പുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്നത് ചെയ്തെങ്കിൽ മാത്രമേ നിനക്ക് ആ ലക്ഷ്യം നിനക്ക് സാധിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ എന്നൊരു വിശ്വാസം അവന് വരികയാണ്. ഒന്നുകൂടെ സ്റ്റേജ് വർദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു മുഅ്മിനായ, ഒരു മുസൽമാനായ മനുഷ്യൻ, അവനെ സംബന്ധിച്ച് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അവന്റെ മുമ്പിൽ ഒന്നേ ഉണ്ടാവാൻ പറ്റുകയുള്ളൂ. അത് വിശുദ്ധമായ സ്വർഗമാണ്, അല്ലെങ്കിൽ ആഖിറമാണ് എന്നാണ് അതായിരുന്നു ലക്ഷ്യം വേണ്ടത്. വിശുദ്ധമായ ഖുർആനിൽ വലൽ ആഖിറതു ഖൈറു വഅബ്ഖാ, ആഖിറമാണ് ഈ ലോകത്തേക്കാൾ ഏറ്റവും ഖൈറായ സംഗതി എന്ന് വിശുദ്ധമായ ഖുർആനിൽ പല ഭാഗങ്ങളിലായി കാണാം. ആഖിറത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ദുനിയാവിയായ ജീവിതം നശ്വരമാണ്. ഇവിടെ ഒരുപാട് കാലം നമ്മളൊന്നും ജീവിക്കുകയില്ല. ഒരു സമയം വന്നാൽ നമ്മളൊക്കെ മരണപ്പെട്ട് ഖബറിലേക്ക് പോകേണ്ടവരാണ്. അപ്പോ ഈ ഒരു മുസൽമാനായ, ഒരു മുഅ്മിനായ, മുത്തഖീനായ മനുഷ്യന്റെ ലക്ഷ്യം അത് ആഖിറമായിരിക്കണം, അഥവാ വിശുദ്ധമായ സ്വർഗമായിരിക്കണം. സ്വർഗത്തിലെത്താൻ എന്തൊക്കെയാണ് വഴികൾ നമ്മളൊക്കെ ചെയ്യേണ്ടത്? വിശുദ്ധമായ ഖുർആൻ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു സുന്നത്ത് ഫോളോ ചെയ്യൽ, ബഹുമാനന്മാരായ പണ്ഡിതന്മാരുടെ ഫിഖ് നമ്മൾ മനസ്സിലാക്കിയെടുക്കൽ, ഖിയാസ്, ഇതൊക്കെ ഉണ്ടെങ്കിലേ സ്വർഗത്തിലെത്താൻ കഴിയുകയുള്ളൂ. ജീവിതത്തിൽ ഒരുപാട് നിസ്കരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നോമ്പ് നോറ്റത് കൊണ്ടോ സ്വർഗത്തിൽ പോകണം എന്നൊന്നും ഇല്ലല്ലോ. അള്ളാഹു ഒരു മനുഷ്യനെ നോക്കുന്നത് അവന്റെ കൽബിലേക്കാണ്, അതല്ലാതെ അവന്റെ പുറംമൂടിയിലേക്കല്ല, ഡ്രസ്സിലേക്കല്ല, അല്ലെങ്കിൽ ശരീരത്തിലേക്കല്ല. വെളുത്തവനും കറുത്തവനും ഇവിടെ വ്യത്യാസമില്ല. എല്ലാവർക്കും വന്നെത്തുന്ന ഏറ്റവും വലിയ രോഗമാണ് മരണം. ഒരു മനുഷ്യൻ നാളെ ആഖിറത്തിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ആഖിറത്തിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യന്റെ മുമ്പിൽ ഏറ്റവും ആദ്യമായി കടക്കുന്നൊരു കടമ്പ അവന് ഖബർ ജീവിതമാണ്. നമ്മളെപ്പോഴും ഖബറിനെ കുറിച്ച് ആവലാതി ഉണ്ടായിരിക്കണം. നാളെ ഞാൻ മരണപ്പെട്ടു പോയാൽ, അല്ലെങ്കിൽ അടുത്ത സെക്കൻഡിൽ ഞാൻ ഇവിടെ നിന്ന് ഇല്ലാതെയായി കഴിഞ്ഞാൽ എന്റെ ഖബറിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നതിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ പേടിയുണ്ടാവണം. ഭയപ്പാടോടുകൂടെ ഖബറിനെ സമീപിക്കുന്ന രീതി. കാരണം ഞാൻ ഇവിടെ ചെയ്തു കൂട്ടിയതിന്റെ പ്രതിഫലം എനിക്ക് ആദ്യമായി കിട്ടുന്നൊരു ഭവനം അത് ഖബറാണ്. ഈ ഖബറിലെ ചോദ്യം കഴിഞ്ഞാൽ എനിക്ക് അടുത്തത് പോകേണ്ടി വരുന്നത് ഹിസാബിലേക്കാണ്, മഹ്ശറിലേക്കാണ്. ഈ മഹ്ശറ കഴിഞ്ഞാൽ മാത്രമേ എന്റെ യഥാർത്ഥമായ ജീവിതം എവിടെയാണെന്ന് എനിക്ക് തീരുമാനിക്കാൻ എനിക്കല്ല, എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് തീരുമാനിച്ചു തരികയുള്ളൂ. ആ ഒരു വിശ്വാസത്തിലായിരിക്കണം ഓരോ മുഅ്മിനായ മനുഷ്യനും ഉണ്ടാവേണ്ടത്. ഒന്നാമത്തെ സ്റ്റേജ് ഈ ലോകത്തിൽ നിന്ന് വിട പറയുക എന്നുള്ളതാണ്. സ്വർഗം ലഭിക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഭൂമിയിൽ 2 സ്വർഗമാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഒന്ന്, നമ്മൾ ഈ ഒരു നമ്മൾ ഇരിക്കുന്ന ഈ ഒരു മജ്ലിസ് എന്ന് പറഞ്ഞാൽ ഇൽമിന്റെ മജ്ലിസുൽ ഇൽമി, റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തിലെ തോപ്പാണെന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമതൊരു സ്വർഗമുണ്ട് ഭൂമിയിൽ. ചില ആളുകൾ പറയും കാശ്മീറാണ് ഭൂമിയിലെ സ്വർഗമെന്ന്. കാശ്മീർ അല്ലല്ലോ സ്വർഗം. രണ്ടാമത് സ്വർഗമുണ്ടെങ്കിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മാ ബൈന ഖബരി വ മിൻബരി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന. എന്റെയും എന്റെ വീടിന്റെയും എന്റെ മിമ്പറിന്റെയും, അല്ലെങ്കിൽ എന്റെ ഖബറിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം അത് സ്വർഗത്തിലെ തോപ്പാണ്, അതിൽ തോപ്പിൽപ്പെട്ട ഒരു സ്ഥലമാണെന്ന് വിശുദ്ധമായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഈ 2 കാര്യമാണ് നമ്മുടെ മുമ്പിലുള്ള സ്വർഗം. ഈ ഭൂമിയിൽ നമുക്ക് എന്ത് ചോദിച്ചാൽ കിട്ടും. സ്വർഗം അങ്ങനെയാണല്ലോ.
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗള ഷരീഫിൽ പോയവർക്ക് അവിടെ നിന്ന് നിസ്കരിക്കാൻ, ഹബീബിനോട് സലാം പറയാൻ, അവിടെ നിന്ന് ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ റബ്ബിനോടാണ് ചോദിക്കുന്നത്. ആ ഒരു സ്ഥലത്ത് പോയി ചോദിക്കുമ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കും അവിടെ നിന്ന് ഉത്തരം നൽകപ്പെടും. നമുക്ക് ഉറപ്പാണ്. കാരണം സ്വർഗം അങ്ങനെയാണല്ലോ. ഏതൊരു കാര്യം ചോദിച്ചാലും നമ്മുടെ വിചാരിക്കുന്ന നേരത്ത് തന്നെ ആ ആഗ്രഹം സാധിക്കപ്പെടുകയും ചെയ്യും എന്നതുപോലെയാണ് ഇൽമിന്റെ മജ്ലിസും സ്വർഗത്തിന്റെ ആ തോപ്പെന്നറിയപ്പെടുന്ന റൗള ഷരീഫിലെ മാബൈന ഖബരി വ മിംബരി, മിംബറിന്റെയും എന്റെ ഖബറിന്റെയും ഇടയിലുള്ള സ്ഥലം എന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞത്. മനുഷ്യന് ഈ ജീവിതത്തിൽ ഇത്ര അധികം ഈ രണ്ട് കാര്യങ്ങൾ, സ്വർഗം അവന് ഭൂമിയിലുണ്ട്. ഒരു മനുഷ്യനായി യഥാർത്ഥ മൂല്യബോധമുള്ള മനുഷ്യനായി മാറണമെങ്കിൽ അവന് ഇൽമുണ്ടായിരിക്കണം, അറിവുണ്ടായിരിക്കണം എന്നുള്ളതാണ്. മനുഷ്യൻ സ്വായത്തമാക്കിയ ഇൽമ്, ഉഹറവിയായ ഇൽമ് കൊണ്ട് മാത്രമേ ആഖിറം രക്ഷപ്പെടുകയുള്ളൂ. ഭൗതികമായ ഒന്നും അവനെ ഇവിടെ ഉണ്ടാവുകയില്ല. ഒരാളും ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല. ഒറ്റയ്ക്കാണല്ലോ ആ ഖബറിലേക്ക് പോകുന്നത്. നാളെ മഹ്ശറിൽ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. രംഗമൊന്നും നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മളൊക്കെ ജീവിതത്തിൽ തെറ്റുകൾ ഒരുപാട് വന്നുപോയി, ചെയ്തുപോയി, രഹസ്യമായും പരസ്യമായും. അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരട്ടെ. നമ്മൾ എപ്പോഴും ദുആ റബ്ബിനോട്. ഞാൻ ഉൾപ്പെടെ, നിങ്ങൾ ഉൾപ്പെടെ ഓരോരുത്തരും റബ്ബിനോട് ദുആ ചെയ്യണം. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഏറ്റവും വലിയ ഒരു സ്റ്റെപ്പ്, പ്രഥമ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആദ്യത്തെ പോകേണ്ട ഭവനം, അത് വിശുദ്ധമായ ഖബറാണ്. ഖബർ രക്ഷയാണെങ്കിൽ നമ്മുടെ ആഖിറം വിജയിച്ചു എന്ന് വേണം നമുക്ക് കരുതാം. ആ രക്ഷപ്പെടേണ്ട മാർഗങ്ങൾ നമ്മൾ ഇവിടെ നിന്ന് ഉണ്ടാക്കിയെടുക്കണം. പ്രത്യേകിച്ച് ഇന്ന് അല്ല, ഈ ഒരു 10 റമളാനിലെ ആദ്യത്തെ 10 റഹ്മത്തിന്റെ 10ആണ്. അർ-റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനാണ് റബ്ബ്. അള്ളാഹുവിനെ വഴിപ്പെടുന്നവനും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവനാണ് റബ്ബ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്ത് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം റഹ്മത്തിന്റെ 10. അപ്പൊ ഇത്തരം സംഗതികളൊക്കെ നമ്മുടെ മുമ്പിൽ വരുന്ന ഓഫറുകളാണ്. ഈ ഓഫറുകൾ നമ്മൾ കഴിവിന്റെ പരമാവധി ഉപയോഗപ്പെടുത്തണം. അതാണ് ലക്ഷ്യം. ഇനി ഞാൻ ഓതി വെച്ച ആയത്തിൽ ഒന്നാമതായി പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മളെ സ്വർഗം ലഭിക്കാൻ ആദ്യം നമ്മൾ നേടേണ്ടത് ഖബർ രക്ഷയാണ്. അതിനെന്ത് വേണം? ഒരു മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകണം. മരണം അവനെ പിടികൂടിയിരിക്കണം. എങ്കിൽ മാത്രമേ മറ്റുള്ള എല്ലാ കാര്യങ്ങളും അവനക്കുണ്ടാവുകയുള്ളൂ. വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നുണ്ട്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാവർക്കും അറിയാം ഇതിന്റെ അർത്ഥം. എല്ലാ ശരീരങ്ങളും മരണത്തെ രുചിച്ചറിയുക തന്നെ ചെയ്യും എന്നാണ്. ആസ്വദിക്കും, രുചിക്കും എന്ന് പറഞ്ഞാൽ മരണത്തിന്റെ വേദന 2 തരമാണ്. നല്ല ആളുകൾക്ക് നല്ല രൂപത്തിലായിരിക്കും അസ്റായിൽ വരുന്നത്. അവന് റൂഹ് പിടിക്കുമ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. എന്നാൽ മോശമായ ആളുകൾക്ക് എങ്ങനെയാണോ പിടിക്കേണ്ടത് അങ്ങനെയായിരിക്കും. നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും. ബഹുമാനപ്പെട്ട മലക്ക് ഇസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്ന സമയം ഒരു അണുമണി അങ്ങോട്ടോ ഇങ്ങോട്ടോ ചിന്തിക്കുകയില്ല. നമ്മളൊക്കെ പറയും, ഒരു മനുഷ്യന്റെ അവധി എത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും ഒരു മനുഷ്യനെ അള്ളാഹു പിന്തിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യന് ഒരിക്കലും ഇനി ഒരു സമയമുണ്ട് ജീവിക്കാൻ, ഒരു സെക്കൻഡ് പോലും കൊടുക്കുകയില്ല. മരിക്കുന്ന സമയത്ത് ആൾ ചോദിക്കത്രേ, എനിക്ക് കുറച്ച് സമയം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ സ്വതക്ക ചെയ്തുകൊണ്ട് സ്വാലിഹ്ങ്ങളുടെ കൂട്ടത്തിൽ പെട്ട ആളായി മാറാം എന്നവൻ പറയുന്ന രംഗമുണ്ട്. അപ്പൊ അതുകൊണ്ട് സ്വതക്കയ്ക്ക് ഏറ്റവും പ്രതിഫലമുള്ള മാസമാണല്ലോ വിശുദ്ധമായ റമളാൻ. നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കുക. കൊടുക്കുന്നത് ഒരിക്കലും കുറയരുത്. ഇത് ആഖിറത്തിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഈയത്ത് എപ്പോഴും അങ്ങനെ ആയിരിക്കണം. നമ്മളെ ക്യാഷ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ സമ്പത്ത് നൽകുമ്പോൾ കുറഞ്ഞു പോകുമല്ലോ എന്ന് കരുതി ഒരിക്കലും നമ്മൾ കൊടുക്കരുത്. നമ്മളെ
ഇവിടെ കുറഞ്ഞാലും നാളെ ആഖിറത്തിൽ ഇതിന്റെ പ്രതിഫലം കൂടാനുള്ളതാണെന്നൊരു മോഹം, അല്ലൊരു